നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയ സൗമ്യ വധക്കേസ് പ്രതിയും കൊടും ക്രിമിനലുമായ ഗോവിന്ദച്ചാമി പിടിയിൽ. കണ്ണൂർ തളാപ്പിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടവളപ്പിൽ നിന്നാണ് പോലീസ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത്. തലശ്ശേരി ഗവൺമെന്റ് ജനറൽ ആശുപത്രി മോർച്ചറി ചോർന്നൊലിക്കുന്നു. ബ്ലഡ് ബാങ്കും വാട്ടർ ടാങ്കും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ അവസ്ഥയും ഇതുപോലെ ദയനീയം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ജയിൽ വകുപ്പിന്റെ വീഴ്ചയല്ലെന്ന് ഉപദേശക സമിതി അംഗം പി ജയരാജൻ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് പുള്ളികളുടെ എണ്ണം കൂടുതലാണെന്നും കർശന നടപടിയെടുക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ജീവനക്കാരുടെ സസ്പെൻഷൻ എന്നും പി ജയരാജൻ. ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ധീരജ് ജവാൻ സ്മൃതി ചിത്രമൊരുക്കി. കാർഗിൽ ദിനാചരണത്തിന്റെ ഭാഗമായി NCC യൂണിറ്റും ആർട്ട് ക്ലബും ചേർന്നാണ് സ്മൃതി ചിത്രമൊരുക്കിയത്. വാർത്തകൾ വിശദമായി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെട്ട സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി പിടിയിൽ. തളാപ്പിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടവളപ്പിൽ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത്. പ്രദേശത്തെ കിണറ്റിൽ ഒളിച്ചിരുന്ന ഇയാളെ 10 മണിക്കൂറിന് ശേഷം സാഹസികമായി പോലീസ് വലിച്ചു കയറ്റുകയായിരുന്നു. കണ്ണൂർ LIC ഓഫീസിന് പിറകുവശത്തെ ഒഴിഞ്ഞ വളപ്പിലെ കിണറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. നിറയെ വെള്ളമുള്ള കിണറിൽ അള്ളിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി. പുലർച്ചെ 4:15-നും 6:30-നും ഇടയിലാണ് അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി മതിൽ ചാടിയത്. തുടർന്ന് വ്യാപകമായ പരിശോധനയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഡോഗ് സ്ക്വാഡ് സെൻട്രൽ ജയിലിനകത്ത് പരിശോധിച്ചതിനു ശേഷം ജയിൽ ചാടിയ മതിൽ ഭാഗത്ത് നിന്ന് നേരെ പള്ളിക്കുന്ന് വഴി കണ്ണൂർ LIC ഓഫീസിന് സമീപത്ത് എത്തുകയായിരുന്നു. തുടർന്ന് LIC ഓഫീസിൽ സമീപത്തെ ഒഴിഞ്ഞ വളപ്പിലും കാടുമൂടിയ പ്രദേശത്തും വ്യാപകമായ പോലീസ് പരിശോധന നടത്തി. DCC ഓഫീസിനും LICക്കും ഇടയിലുള്ള ഒഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദച്ചാമിയെ ഒടുവിൽ പിടികൂടിയത്. സൗമ്യ വധക്കേസ് പ്രതിയും കൊടും ക്രിമിനലുമായ ഗോവിന്ദച്ചാമിയുടെ തടവുചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പിന്റെ മാത്രം വീഴ്ചയല്ലെന്ന് ജയിൽ ഉപദേശക സമിതി അംഗം പി ജയരാജൻ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് പുള്ളികളുടെ എണ്ണം കൂടുതലാണെന്നും കർശന നടപടിയെടുക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ജീവനക്കാരുടെ ഉടനടിയുള്ള സസ്പെൻഷൻ എന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു. വീഴ്ച ജയിൽ ജീവനക്കാരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നും ജയരാജൻ. സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. ഇവിടെ വന്നിട്ടുള്ള വീഴ്ച സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചത്. തലശ്ശേരി ഗവൺമെന്റ് ജനറൽ ആശുപത്രി മോർച്ചറി ചോർന്നൊലിക്കുന്നു. ബ്ലഡ് ബാങ്ക്, വാട്ടർ ടാങ്ക് എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ അവസ്ഥയും ഇതുപോലെ തന്നെ പരിതാപകരമാണ്. കണ്ണൂർ ജില്ലയിലെ പ്രധാന ആശുപത്രിയായ തലശ്ശേരി ജനറൽ ആശുപത്രിയിലുള്ളത് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മോർച്ചറിയാണ്. പോലീസ് കേസുകളിൽപ്പെട്ടതും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതും മറ്റുമായ മൃതദേഹങ്ങളാണ് മോർച്ചറിയിലെത്തുന്നത്. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ശരീരങ്ങളാണ് ചോർച്ചയുള്ള നിലവിലെ കെട്ടിടത്തിൽ സൂക്ഷിക്കുന്നത്. മോർച്ചറിക്ക് മുന്നിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചതല്ലാതെ നാളിതുവരെയായി അറ്റകുറ്റപ്പണികൾ നടത്തി പ്രശ്നപരിഹാരം നടത്താൻ അധികാരികൾ തയ്യാറായിട്ടില്ല. മാസങ്ങളായി ആശുപത്രി കോംപ്ലക്സിൻ്റെ അവസ്ഥയും ഇതുപോലെ പരിതാപകരമാണ്. വളരെ പരിമിതമായ സൗകര്യത്തിലാണ് പ്രവർത്തനം. ബ്ലഡ് ബാങ്ക്, വാട്ടർ ടാങ്ക് എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും ചോർന്നൊലിക്കുകയാണ്. തലശ്ശേരി നഗരസഭ ഭരിക്കുന്ന ആശുപത്രിയാണ് എന്നിരിക്കെ വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റാൻ മുനിസിപ്പൽ സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടും അതിന് അധികാരികൾ തയ്യാറായിട്ടില്ല. ആശുപത്രിയെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സർക്കാർ, നഗരസഭ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ പറഞ്ഞു. സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്കുള്ള ഒരു ആശുപത്രിയാണിത്. അത് കൃത്യമായി നടന്നു പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. അതൊരു പൊതു താല്പര്യമാണ് തലശ്ശേരി ജനതയുടെ. അതുകൊണ്ടാണ് ചെറിയ ആശുപത്രിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ, താലൂക്ക് ആശുപത്രിയായിരുന്ന ആശുപത്രിയെ ഒരു കാലഘട്ടത്തിൽ
ജനറൽ ആശുപത്രിയാക്കി ഉയർത്താൻ കാരണം. പിന്നീട് അതിനേക്കാൾ കൂടുതൽ ഡെവലപ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയും കുഞ്ഞും ആശുപത്രി ഉണ്ടാക്കാനുള്ള കാരണം. അപ്പം അങ്ങനെ ജനകീയ ആവശ്യങ്ങൾ, ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ട, ആരോഗ്യപരമായ വിഷയങ്ങളിൽ പൂർത്തീകരിക്കേണ്ട ഒരു ആശുപത്രിയെ നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കാൻ അതിൻ്റെ ബന്ധപ്പെട്ട സർക്കാരും നഗരസഭയും തയ്യാറാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അത്തരം രീതിയിൽ പോകുന്നില്ലെങ്കിൽ ഈ ആശുപത്രിയെ നന്നാക്കുന്നതിനാവശ്യമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ അണിനിരത്തി ഈ വിഷയങ്ങളിൽ അവരുടെ കൂടെ ഇടപെടലോടുകൂടി ഈ ആശുപത്രി സംരക്ഷിക്കണം എന്ന ആവശ്യമായി മുന്നോട്ട് പോകേണ്ടി വരും എന്ന് വിവിധ ഘട്ടങ്ങളിലായി ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷങ്ങളാണ് ചെലവഴിച്ചത്. മിക്ക ദിവസങ്ങളിലും ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടെങ്കിലും ശോച്യാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തലശ്ശേരി മുനിസിപ്പൽ യൂണിറ്റ് സമ്മേളനം ഞായറാഴ്ച സംഗമം ഓഡിറ്റോറിയത്തിൽ നടക്കും. ചെറുകിട ഇടത്തരം വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികളെയും പരിഹാര മാർഗങ്ങളെയും പറ്റി യോഗം വിശദമായ ചർച്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒന്ന്, നമ്മുടെ തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ CI സാറേയും അതുപോലെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകനായ നമ്മുടെ മൊയ്തു സാഹിബ്, നമ്മുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനാണ്. നമ്മളെ മോർച്ചറി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മൊയ്തു സാഹിബ്, അതുപോലെ നമ്മളെ കണ്ടൽക്കാട് എപ്പോഴും ആ പുഴ വൃത്തിയാക്കുന്ന നമ്മുടെ ഒരു സഹോദരൻ, അതുപോലെ നമ്മളെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറും നമ്മളെ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻറ്റുമായ രൂപേഷിൻ്റെ മകൾ, നിങ്ങൾക്കറിയാം കഴിഞ്ഞ ആഴ്ച കളിയിൽ കേരളത്തിൽ നിന്ന് കളിച്ചിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ, അതുപോലെ ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയൊക്കെ കളിക്കുന്ന ഒരു ചെറിയ മോളാണ്. പിന്നെ തലശ്ശേരിക്കാരായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അറിയാതെ പോയത്. ബാക്കി എല്ലാ സ്റ്റേറ്റിലും മോളെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസമാണ്. കുട്ടിക്ക് എല്ലാവിധ പ്രോത്സാഹനവും സംഗതിയും നമ്മൾ നൽകേണ്ട നാട്ടുകാരെന്നുള്ള നിലക്കും നമ്മുടെ അസോസിയേഷൻ്റെ നമ്മുടെ സഹോദരൻ്റെ ഒരു മകളെന്നുള്ള നിലക്കും നമ്മൾ പത്രമാധ്യമങ്ങളൊക്കെ ഒരു കാര്യമായ കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലെ ഒരു ഭാവി താരമാക്കി മാറ്റേണ്ടതുണ്ട്. തലശ്ശേരി യൂണിറ്റിലെ 1200ഓളം അംഗങ്ങൾ സംബന്ധിക്കും. ആശ്രയ പദ്ധതിയിൽ നിന്നുള്ള ചികിത്സാ സഹായം ഏൽപ്പിക്കൽ, DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ച തലശ്ശേരി CI ബിജു പ്രകാശ്, കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ സുരേന്ദ്രൻ ധർമ്മടം, ജനറൽ ആശുപത്രി മോർച്ചറിയിലെ സാമൂഹ്യ പ്രവർത്തകൻ മൊയ്തു, അണ്ടർ-19 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നേടിയ എലിസാൻഡ്രോണ എന്നിവരെ പൊന്നാട് ചാർത്തിയും ഉപഹാരം നൽകിയും ആദരിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി P ഭാഷിത്ത് മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് അംഗം VK സുരേഷ് ബാബു വ്യാപാരികൾക്കും സമൂഹത്തിനും ഗുണപ്രദമാകുന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും. വ്യാപകമാകുന്ന ഓൺലൈൻ വ്യാപാരം, അനിയന്ത്രിതമായി പെരുകുന്ന വഴിയോര കച്ചവടം എന്നിവ എല്ലാവിധ ലൈസൻസോടെ തുറന്നു പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ നിലനിൽപ്പ് തന്നെ തകർക്കുകയാണെന്ന് സംഘടനാ നേതാക്കൾ വിശദീകരിച്ചു. കേരളത്തിൽ തന്നെ ഇല്ലാതാവുന്ന സ്ഥിതിവിശേഷം നമുക്കറിയാം. ഓൺലൈൻ വ്യാപാരത്തിൻ്റെ അമിത കടന്നുകയറ്റം, കുത്തക സംരംഭകരുടെ വരവ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലശ്ശേരി പട്ടണം എങ്ങനെയോ ഒരു സാധാരണക്കാരനെ വരാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. പല സ്ഥാപനങ്ങളും ഇപ്പോൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലാണ്. 1450ഓളം മെമ്പർമാരുള്ള ഞങ്ങളുടെ സംഘടന ഇപ്പം ഏകദേശം 10-60 ആളുകൾ ഒരു വർഷത്തിനുള്ളിൽ കൊഴിഞ്ഞു പോയിരിക്കുക. കുറച്ച് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാപാരം എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്തുക? മുഴുവൻ വ്യാപാരികളെയും മെമ്പർമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരുടെ ജീവിതം, അവരുടെ കുടുംബം ഏത് വിധത്തിൽ ഭദ്രമാക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾക്ക് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മികച്ച വാഗ്മിയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ VK സുരേഷ് ബാബു അവരുടെ 1 മണിക്കൂർ നീണ്ട ഈ വ്യാപാരത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും വിശദമായി അദ്ദേഹം ഒരു ക്ലാസും അന്നത്തെ ദിവസം നടക്കുകയാണ്. VK ജവാദ് അഹമ്മദ്, CC വർഗീസ്, KN പ്രസാദ്, PK നിസാർ, AK സക്കരിയ, P ഇർഷാദ്, അബ്ദുള്ള, KM അഷ്റഫ്, AK അഫ്സൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ CPM തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മൗനജാഥ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു.
പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുശോചന യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ അധ്യക്ഷനായി. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജൻ, AICC അംഗം VA നാരായണൻ, NCP ജില്ലാ പ്രസിഡന്റ് K സുരേശൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് MP സുമേഷ്, മുസ്ലിം ലീഗ് തലശ്ശേരി മണ്ഡലം സെക്രട്ടറി ഷാനിദ് മേക്കുന്ന്, RJD സംസ്ഥാന കമ്മിറ്റി അംഗം KK ജയപ്രകാശ്, നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കുരാറ, മണ്ഡലം പ്രസിഡന്റ് BP മുസ്തഫ, JDS നേതാവ് വെള്ളോറ നാരായണൻ, CPM ഏരിയ കമ്മിറ്റി അംഗം V സതി എന്നിവർ സംസാരിച്ചു. CPM തലശ്ശേരി ഏരിയ സെക്രട്ടറി CK രമേശൻ സ്വാഗതം പറഞ്ഞു. വെറും 4 വയസ്സ് മാത്രം ഉള്ളപ്പോൾ വസൂരി ബാധിച്ച തൻ്റെ അമ്മയുടെ മരണം അകലെ നിന്ന് നോക്കി നിന്ന് കണ്ണീർ വാർക്കേണ്ടി വന്ന ദുരന്താനുഭവങ്ങൾ കുട്ടനാട്ടിലെയും അതുപോലെ മലമടക്കുകളിലെയും പാവപ്പെട്ട മനുഷ്യരുടെ ഓരോ ദുരന്തങ്ങൾക്കും പരിഹാരം കാണാനുള്ള സമരവേദികളായി പടർന്നു കയറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മഹാപുരുഷൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജിഎസിനോടൊരിക്കൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു നിരീശ്വരവാദി ആയി മാറിയത് എന്ന്. വളരെ കൃതകൃത്യമായ ശാസ്ത്രവും യുക്തിയും മനുഷ്യാനുഭവങ്ങളും ചേർത്തുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറയുകയുണ്ടായി. 4-ാമത്തെ വയസ്സിൽ ഒരു ഓല കൊണ്ടുമേഞ്ഞ ഒരു കൂരക്കുള്ളിൽ വസൂരി ബാധിച്ച് സ്വന്തം അമ്മ മരിക്കുമ്പോൾ ഒരിറ്റ് വെള്ളം പോലും ആരും കൊടുക്കാൻ തയ്യാറാവാതെ അതിന് സാധിക്കാത്ത ഒരു സാഹചര്യം. അന്ന് ആ കാലത്ത് വസൂരി ബാധിച്ചാൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് ഈശ്വരന്മാരെ നിലവിളിച്ച് കരഞ്ഞപ്പോഴും ഈ ഭൂമിയിലെ സർവ്വദൈവങ്ങളെയും നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഞാൻ കരഞ്ഞപ്പോഴും എൻ്റെ അമ്മയെ എനിക്ക് തരാൻ ഒരു ദൈവത്തിനും സാധിച്ചില്ല. അങ്ങനെയാണ് ഞാൻ ഒരു നിരീശ്വരവാദിയായത് എന്ന് DS പറയുകയുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നൽകി പാനൂർ പോലീസ്. കൺട്രോൾ റൂമിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ K സുനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പാനൂർ പോലീസ് കൺട്രോൾ റൂമിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ K സുനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ 1-2 സെക്കൻഡ് നേരത്തെ ജീവിതം നമ്മുടെ ചിന്ത കൊണ്ട് നശിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്നതിനേക്കാൾ അപ്പുറം ആ പഠിക്കുന്ന കാര്യങ്ങള് പ്രവൃത്തി പദത്തിൽ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം മുമ്പോട്ട് പോകും. മറ്റേ 1-2 മാർക്ക് കുറയും, അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് പഠിച്ച് വീണ്ടും നേടാം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് ആ ശ്രദ്ധക്കുറവ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരണം. സ്കൂൾ പ്രധാനാധ്യാപിക N സ്മിത അധ്യക്ഷയായി. NCC ഓഫീസർ TP രാവിദ്, C അസിത എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SDPI മാങ്ങാട്ടിടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടിടം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മിരുവമ്പായി മക്കാം പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ പോലീസ് തടഞ്ഞു. ിലെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് ഉടൻ വിതരണം ചെയ്യുക, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. SDPI ജില്ലാ കമ്മിറ്റി അംഗം സജീർ കീച്ചേരി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ നാട്ടിലെ സന്നദ്ധരായ ആളുകൾ കൂടി ഇല്ലെങ്കിൽ ഏത് സർക്കാരാണ് ഇവരെ സംരക്ഷിക്കുക? എന്തായിരിക്കും ഈ നാട്ടുകാരുടെയൊക്കെ അവസ്ഥ? ഇങ്ങനെ സഹായിക്കാൻ വിവിധ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളതുണ്ടല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ
ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്? ഇത് സർക്കാർക്കല്ലേ? ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യതപ്പെട്ട സർക്കാർ ഇങ്ങനെ കൈമലം എന്നിട്ട് പിരിവെടുക്കുക. വില്ലേജ് ഓഫീസിൽ പ്രിന്റർ വേണോ? അവിടുത്തെ പൗരപ്രമുഖനെ കാണുക, പണക്കാരനെ കാണുക, പ്രിന്റർ വാങ്ങുക. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വേറെ എന്തെങ്കിലും വേണോ? അപ്പൊ അവിടുത്തെ മുതലാളിമാരെ കാണുക, സ്പോൺസർ ചെയ്യുക. ഇതാ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി. അവർക്ക് ആവശ്യമായ വസ്തുക്കൾ അവിടെ ഉണ്ട്, ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് അധികൃതർ ആ നാട്ടിലെ പ്രമാണിമാരെ കണ്ടിട്ട് ഓഫർ ചെയ്യും. STPI മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിർ നിർവേലി, സെക്രട്ടറി ഹാരിസ് മെരുവമ്പായി, ജോയിന്റ് സെക്രട്ടറി അഷ്കർ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ.
50 പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കരിയാട് PMSSC ക്ലബിന് ഇത് അഭിമാന മുഹൂർത്തം. കളിക്കളത്തിനായി 60 സെന്റ് സ്ഥലത്തിന്റെ പ്രമാണ കൈമാറ്റം കരിയാട് നമ്പ്യാർസ് UP സ്കൂളിൽ നടന്നു. PMSC ക്ലബിന്റെ നേതൃത്വത്തിൽ 23 പേരിൽ നിന്നാണ് കളിക്കളത്തിനായി തുക കണ്ടെത്തിയത്. കരിയാട് പത്മനാഭൻ മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പും അനുമോദനവും പ്രമാണ കൈമാറ്റവും സംഘടിപ്പിച്ചു. കരിയാട് നമ്പ്യാർസ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ദേശീയ വോളിബോൾ കോച്ചും സർവീസസ് താരവുമായ VM ഷീജിത്ത് ഉദ്ഘാടനം ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, ഒരു സ്പോർട്സ് കൊണ്ടാണ്, വോളിബോൾ കൊണ്ടാണ്. അപ്പം ഈ ഒരു വോളിബോൾ കൂടി മുമ്പോട്ട് വരുന്ന ചെറിയ കുട്ടികൾക്ക് തീർച്ചയായും പേരൻസ് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു കുട്ടി ഒരു സ്പോർട്സ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷം അത് സ്പോർട്സ് ഒരു ലഹരിയിലേക്ക് മാറ്റിയാൽ, സ്പോർട്സ് എന്നുള്ള ലഹരിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ സൊസൈറ്റിക്കും നാട്ടിനും വീട്ടിനും രാജ്യത്തിന് തന്നെ, ഒരു ഇന്ത്യ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടായി നിൽക്കും. കാരണം അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് എന്തൊരു എക്സ്പീരിയൻസ്, ഒരു 10-52 വയസ്സിൻ്റെ സ്പോർട്സിനുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരു സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും മനസ്സിൽ ഒരാളെ പറ്റി കുറ്റം പറയാനോ അല്ലെങ്കിൽ പിന്നെ മറ്റൊരു കുറ്റം പറയാനൊന്നും നമുക്ക് നേരമില്ല, അതിനെപ്പറ്റി ആലോചിക്കുന്നു. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നേരെ പോകുന്നവരുമായിട്ടുള്ള ചിന്താഗതി മാത്രമാണ് സ്പോർട്സ്മാൻ ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇപ്പം ഏതൊരു സ്പോർട്സ്മാൻ എടുത്ത് നോക്കി അവർക്ക് എപ്പോഴും പിന്നെ അവർ വേറെ അടുത്തിരിക്കുന്നവരെയോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ളൊരു മനോഭാവം മാത്രമാണ് എല്ലാ സ്പോർട്സ്. അതിനൊക്കെല്ലാം അറിയാം, റിയലായിട്ടുള്ള സ്പോർട്സ്മാൻമാർക്കെല്ലാം അത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പം തീർച്ചയായിട്ടും വളരെ സന്തോഷം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാവുന്നതിനും. പിന്നെ മൂന്നാമത്തത് പ്രമാണ കൈമാറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും KK ഭരതൻ അധ്യക്ഷനായി. പാനൂർ നഗരസഭാംഗങ്ങളായ NA കരീം, AM രാജേഷ്, MDK ബാബു എന്നിവർ സംസാരിച്ചു. PMSSC ക്ലബ്ബ് ഏറ്റെടുക്കുന്ന 60 സെന്റ് സ്ഥലത്തിന്റെ പ്രമാണ കൈമാറ്റം PP ദാമോദരൻ, CK രവിശങ്കർ എന്നിവർ നിർവഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി PV ദിനേശൻ ഏറ്റുവാങ്ങി. നീന്തൽ പരിശീലന കേന്ദ്രം, വോളി കോർട്ട്, എയറോബിക് പരിശീലനം എന്നിവ കളിസ്ഥലത്ത് നിർമ്മിക്കും. ജോലി ആവശ്യാർത്ഥം വിദേശത്തേക്ക് പോകുന്ന ക്ലബ് ക്യാപ്റ്റൻ K അദ്വൈതിനുള്ള യാത്രയയപ്പും വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ചടങ്ങിൽ നടക്കും. PV ദിനേശ് സ്വാഗതവും K മനോഹരൻ നന്ദിയും പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി VS-നും മലയന്നക്കണ്ടി ദാമോദരനും ചടങ്ങിൽ അനുശോചനം രേഖപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദനെ സർവകക്ഷി അനുസ്മരിച്ചു. CPIM പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ ബസ് സ്റ്റാൻഡിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. പാനൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ദരിദ്രനായ ബാലൻ ജീവിതത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ
തീരാത്ത നോവുമായിട്ടാണ്, മീറ്റലുകളുമായിട്ടാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ വസൂരി രോഗം ബാധിച്ച് അമ്മ മരണപ്പെടുകയുണ്ടായി. അന്നത്തെ കാലത്ത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ അങ്ങേയറ്റത്തെ പിന്നോക്കാവസ്ഥയുടെ ഘട്ടമായിരുന്നുകൊണ്ട് തന്നെ ഏരിയ കമ്മിറ്റി അംഗം എ രാഘവൻ അധ്യക്ഷനായി. കെ പി മോഹനൻ MLA, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ, വി സുരേന്ദ്രൻ, പി കെ ഷാഹുൽ ഹമീദ്, PP കുഞ്ഞിക്കണ്ണൻ, PK പ്രവീൺ, PK രാജൻ, ഇ മഹമ്മൂദ്, കെ മുകുന്ദൻ, KT രാഗേഷ്, CP മൂസ എന്നിവർ സംസാരിച്ചു. പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള സ്വാഗതം പറഞ്ഞു. നിള്ളങ്ങൽ പാട്ടിൻ ഗോപാലൻ പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിജയോത്സവം പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു നിർവഹിച്ചു. സംശോധനം നടത്തി പ്രസാധനം നടത്തി, അതിന്റെ ഇംഗ്ലീഷാണ്, കലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. ഈ 3 വാക്കിനും കൂടി സംസ്കൃതത്തിൽ ഒറ്റ വാക്കുകളും വ്യസിക്കുക. അങ്ങനെയാണ് വേദങ്ങൾ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ എന്ന് പേര് വന്നു. ചെറിയ ബുദ്ധിയല്ലോ, ഇത്രയും ബുദ്ധിയുള്ള നമ്മുടെ രാജ്യത്ത് കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു സാധനം ഈ വായനശാലയുടെ ഇറക്കുന്ന നിങ്ങൾ നോക്കി പറഞ്ഞാട്ടെ, എന്തെങ്കിലും ഒരു സാധനം ഈ വായനശാലയുടെ ഇറക്കത്ത് നമ്മൾ ഇന്ത്യ കണ്ടുപിടിച്ച ഒരു സാധനം പറഞ്ഞാട്ടെ. ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കാറ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. ഞാൻ പറഞ്ഞ കാറ് കണ്ടുപിടിച്ചത്, ബസ് കണ്ടുപിടിച്ചത്, ട്രെയിൻ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. ഇതെല്ലാം വിദേശികൾ കണ്ടുപിടിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അല്ലേ? എന്തേ ഇത്രയും വിവരമുള്ള ഇംഗ്ലീഷുകാർ പറയുന്നു, വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. കിഴക്ക് നമ്മളാ. കിഴക്ക് നിന്നുദിക്കുന്ന നമ്മൾക്ക് ഇത്രയും വിവരം ഉണ്ടായിട്ടും എന്താ നമ്മുടെ രാജ്യം പട്ടിണി റാങ്കിങ്ങിൽ 100ാമത്തെ സ്ഥാനത്തെത്തിപ്പോയത്? നമ്മുടെ കുട്ടികൾ ഗൗരവതരമായി ചിന്തിക്കണം. EM അശോകൻ മാസ്റ്റർ അധ്യക്ഷനായി. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N അനിൽകുമാർ, വാർഡംഗം K ജിഷ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം സനീഷ് പാറാൽ, MP മോഹൻദാസ്, KP നന്ദനൻ, AP ലിബിഷ എന്നിവർ സംസാരിച്ചു. T ജോഷി സ്വാഗതവും AP ലിബിഷ നന്ദിയും പറഞ്ഞു. ചെമ്പാട് താര ജംഗ്ഷൻ നൂറുൽ ഇസ്ലാം മദ്രസ ആൻഡ് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹിഫ്ള് ഖുർആൻ കോളേജിൽ നിന്നും ഖുർആൻ മനഃപ്പാടമാക്കിയ വിദ്യാർത്ഥിയെ അനുമോദിച്ചു. താര മസ്ജിദ് ഹാളിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. ഹിഫ്ള് ഖുർആൻ കോളേജിൽ നിന്നും ഖുർആൻ മനഃപ്പാടമാക്കിയ നൂറുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥിയും മദ്രസ PTA പ്രസിഡന്റ് മഹ്മൂദിന്റെ മകനുമായ ഹാഫിൾ അബ്ദുള്ള സൈനെയാണ് അനുമോദിച്ചത്. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. സമുദായത്തിലും സമൂഹത്തിലും ഉന്നതമായ നേതൃത്വം നൽകുവാൻ പണ്ഡിതനായി കുടുംബത്തിലും അതുപോലെ തന്നെ മഹലിലും ഒക്കെ നമ്മുടെ മക്കൾ എല്ലാവരെയും സ്വാധീനങ്ങളും അവരുടെ പഠനമേഖലയിൽ ഉന്നതമായ വിജയം നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപരിക്കുന്ന മക്കളാക്കി ഈ മഹലിലെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വാധീനങ്ങളായി സ്വീകരിക്കുമാർ. ഒരിക്കൽ കൂടി അബ്ദുള്ള സൈനും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. KP റഹീം അധ്യക്ഷനായി. PP റഫ്നാസ്, റൈസൽ CM, മഹമ്മൂദ് CM, BP യൂസഫ്, E കുഞ്ഞിമൂസ, ലത്തീഫ് മാസ്റ്റർ, അഹമ്മദ് മുസ്ലിയാർ, ഫാറൂഖ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. അഷ്റഫ് മാസ്റ്റർ സ്വാഗതവും ആഷിഖ് പുഴക്കോൾ നന്ദിയും പറഞ്ഞു. ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ധീരജവാൻ സ്മൃതി ചിത്രം ഒരുങ്ങി. കാർഗിൽ ദിനാചരണത്തിന്റെ ഭാഗമായി NCC യൂണിറ്റിന്റെയും ആർട്ട് ക്ലബിന്റെയും നേതൃത്വത്തിൽ ഒരുക്കിയ സ്മൃതി ചിത്രം ഏറെ ശ്രദ്ധേയമായി. കാർഗിൽ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റിന്റെയും ആർട്ട് ക്ലബിന്റെയും നേതൃത്വത്തിൽ
സ്മൃതി ചിത്രം ഒരുക്കിയത്. അക്രലിക് കളറിൽ 9 അടി നീളത്തിലും 6 അടി വീതിയിലുമാണ് ചിത്രം വരച്ചത്. കലാധ്യാപകൻ ആർട്ടിസ്റ്റ് രമേശ് പൂക്കാട്, സജീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ ആർ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല ദേശീയതയും ദേശസ്നേഹവും സാമൂഹ്യ ബോധവും കുട്ടികളിൽ ഉണർത്താൻ വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൽ ചെയ്ത നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. നമ്മുടെ NCCയുടെയും അതുപോലെ ആർട്ട് ക്ലബിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വിജയശില്പി അല്ലെങ്കിൽ ഇതിൻ്റെ സൃഷ്ടികർത്താവ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ട് അധ്യാപകനായ രമേശൻ സാറാണ്. സാറ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുട്ടികൾ NCC കുട്ടികളുടെ സഹായത്തോടെ വളരെ വിജയകരമായി നല്ല രീതിയിൽ ഈ ചിത്രം നമുക്ക് ഈ ദിവസം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു. പ്രധാനാധ്യാപിക OP ശൈലജ, നായിക് സുനിൽകുമാർ എന്നിവർ ചേർന്ന് ചിത്രം അനാച്ഛാദനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് MP സുമേഷ് അധ്യക്ഷനായി. K സജേഷ് കുമാർ, മുഹമ്മദ് സിദാൻ തുടങ്ങിയവർ സംസാരിച്ചു. 26 जुलाई 1991 में ऑपरेशन विजय दिवस कंप्लीट हुआ। अपना PM अटल बिहारी वाजपेयी ने इसको 26 जुलाई का विजय दिवस में माना जाता है. നമ്മുടെ രണ്ടാം സ്കൂൾ NCC യൂണിറ്റ് കാർഗിൽ ദിനത്തോടനുബന്ധിച്ച് അന്ന് നമുക്ക് വേണ്ടി ജീവൻ വഴിയെ പിടിച്ചിട്ടുള്ള ധീരജവാന്മാർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് അനാച്ഛാദന പരിപാടി കുറച്ച് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ്. കുറേ ആൾക്കാരോട് നമുക്ക് നന്ദി പറയാനുണ്ട്. പ്രശസ്ത നിരൂപകൻ OP രാജ്മോഹൻ അനുസ്മരണവും പുസ്തക പ്രകാശനവും ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് തലശ്ശേരി കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് ഹാളിൽ നടക്കും. പുരോഗമന കലാസാഹിത്യ സംഘം, തലശ്ശേരി മേഖലാ കമ്മിറ്റിയും OP രാജ്മോഹൻ ഫിലിം സൊസൈറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരിയിലെ കലാ സാംസ്കാരിക രംഗത്ത് നിറ സാന്നിധ്യമായിരുന്ന കേരളത്തിലെ പ്രശസ്ത ചലച്ചിത്ര നിരൂപകനുമായിട്ടുള്ള അന്തരിച്ചുപോയ OP രാജ്മോഹൻ്റെ അനുസ്മരണം ജൂലൈ 27 വൈകുന്നേരം തലശ്ശേരി കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ വെച്ച് നടക്കുകയാണ്. പരിപാടിയിൽ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ പുസ്തക പ്രകാശനം നിർവഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഡോക്ടർ ജിനേഷ് കുമാർ എരമം പുസ്തക പരിചയം നടത്തും. തൃശൂർ വിമല കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനുപാപ്പച്ചൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. OP രാജ്മോഹൻ നമ്മോട് വിട പറഞ്ഞിട്ട് ഈ മാസം 27-ാം തീയതി ആവുമ്പോഴേക്ക് 20 കൊല്ലം തികയാണ്. തലശ്ശേരിയുടെ സാംസ്കാരിക, സാമൂഹിക, സാഹിത്യ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന OP രാജ്മോഹൻ പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും അതോടൊപ്പം നമ്മുടെ കറണ്ട് ബുക്കിൽ ഏകദേശം 38 കൊല്ലം ജോലി ചെയ്തു വരികയുണ്ടായി. ഈ സന്ദർഭത്തിൽ അതിനെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കുവാൻ ഏറെ ശ്രദ്ധിച്ചിരുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് OP രാജ്മോഹൻ. അദ്ദേഹം പ്രത്യേകിച്ച് തലശ്ശേരിയിലുള്ള സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് പുരോഗമന കലാസാഹിത്യ സംഘം തലശ്ശേരി മേഖലയുടെ കീഴിൽ OP രാജ്മോഹൻ ഫിലിം സൊസൈറ്റി രൂപീകരിക്കുകയുണ്ടായി. ഏകദേശം 3 വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങളും OP രാജ്മോഹൻ ഫിലിം സൊസൈറ്റി നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ സിനിമ പ്രദർശനവും നടത്താറുണ്ട്. നമുക്കറിയാം, സാഹിത്യത്തെയും സിനിമയെയും ഏറെ സ്നേഹിച്ച OP കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് സിനിമകളെ കുറിച്ച് ആനുകാലികങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ പുസ്തകങ്ങളായിട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം, രാജ്മോഹൻ്റെ ഓർമ്മക്കായി ചലച്ചിത്ര നിരൂപണ മേഖലയിലുള്ള ആളുകൾക്ക്, പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് പുരസ്കാരം ഏർപ്പെടുത്തുകയാണ്. നിരൂപണ ലേഖനം ക്ഷണിച്ചുകൊണ്ട് അതിന് ഒരു പുരസ്കാരം രാജ്മോഹൻ്റെ ഓർമ്മക്കായി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയൊരു സംരംഭം ഞങ്ങൾ തീരുമാനിക്കാൻ കാരണം, ചലച്ചിത്രം കണ്ടുപോവുക എന്നതിനേക്കാൾ അപ്പുറം സംവദിക്കാനും അത് കാണാനുള്ള പ്രേരണയുണ്ടാക്കാനും OP രാജ്മോഹൻ നിർവഹിച്ച പങ്ക് നിസ്സീമമായിട്ടുള്ളതാണ്. മാതൃഭൂമി വാരിക, ദേശാഭിമാനി വാരിക തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം 80കളിലും 70കളിലും ചലച്ചിത്ര സംബന്ധിയായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു രാജ്മോഹൻ എഴുതിയത്. ആ ലേഖനങ്ങളുടെ പ്രത്യേകത
ഉപരിപ്ലവമായൊരു വായനയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. ചലച്ചിത്രത്തെ ആഴത്തിൽ പഠിക്കാൻ, ആഴത്തിൽ മനസ്സിലാക്കാൻ, എല്ലാ അർത്ഥത്തിലും അതിൻ്റെ സമഗ്രമായ വിലയിരുത്തൽ കൂടിയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് എല്ലാ മനുഷ്യർക്കും ഗ്രാഹ്യമാകുന്ന ഭാഷയിലാണ് രാജ്മോഹൻ എഴുതിയിരുന്നത്. ചലച്ചിത്രം കണ്ടുപോകുമ്പോൾ നമ്മുടെ കേരളത്തിന് വ്യത്യസ്തമായ ഒരു സമീപനം പശ്ചിമ ബംഗാളിലും അതുപോലെ ചലച്ചിത്രത്തെ നല്ല നിലയിൽ സ്വീകരിച്ച സംസ്ഥാനങ്ങളിലും കാണാം. യു ബ്രിജേഷ്, സുരാജ് ചിറക്കര, പൊന്നം ചന്ദ്രൻ, ഇ ഡി ബീന, പ്രവീണ രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി MES ബാവ റെസിഡൻഷ്യൽ സ്കൂളിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണി ആൻഡ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. തലശ്ശേരി ട്രാഫിക് SI അശോകൻ പാലോറാൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി MES ബാവ റെസിഡൻഷ്യൽ സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം തലശ്ശേരി ട്രാഫിക് SI അശോകൻ പാലോറാൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ 15,000 രൂപ ഫോണാണ്. 33 സർവീസായി നമ്മുടെ കയ്യിൽ 15,000, അവരുടെ കയ്യിൽ പറഞ്ഞ് ഉപ്പം വാങ്ങിക്കൊണ്ട് ഐഫോണാണ്. 1,10,000 ചോദിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ്റെ ഫോണല്ല, ഓടിപ്പോയ വണ്ടിയിലുള്ള അവൻ്റെ ഫോണാണ്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഫോണും കൂടി ഒന്നും അടുത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പല കീശൻ ഇവൻ കയ്യിലെടുത്ത് വാങ്ങിയതാണ്. അതൊക്കെ പോണെ അവന് ചെറിയ കുട്ടികൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അവൻ വീട്ടിലേക്ക് വിട്ട് ഫോൺ വാങ്ങിട്ടിട്ട് സ്റ്റേഷനിൽ കയറണമെന്നാണ്. പിറ്റേന്ന് വൈകുന്നേരം ഓനെക്കൊരു മുതിർന്നൊരു കുട്ടിയാണ്. 18 വയസ്സെത്താത്ത ഒരു കുട്ടിയെയും കൂട്ടി ഓനെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെയും കൂടി സ്റ്റേഷനിൽ വന്നു. അപ്പോൾ സ്റ്റേഷനിൽ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് രജിസ്റ്റർ എഴുതി വെക്കണ്ടേ സാധനം. നാളെ കിട്ടിയില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഫോണെ കിട്ടിയ ഇപ്പോൾ മൊബൈൽ ഫോൺ കിട്ടി എന്ന് പറഞ്ഞൊന്ന് എഴുതി ഒപ്പിട്ടിട്ട് കൊടുത്തതാണ്. ഒരു 1/2 മണിക്കൂർ ശ്രമിച്ച് ഒന്ന് എൻ്റെ മൊബൈൽ ഫോൺ എനിക്ക്
കുത്തി എന്ന് എഴുതാൻ പറഞ്ഞത് മാറിക്കോ 3 ആകെ 4-5 വാക്കുകൾ അതിനകത്തുള്ള മൊബൈൽ ഫോൺ കുത്തി എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നത് ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കണം. ആ ഇംഗ്ലീഷ് പോലും എഴുതാൻ പറ്റില്ല. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ സ്ഥാപനത്തിലെ കുട്ടിയല്ല, ഈ സ്ഥാപനത്തിലെ കുട്ടിയാണ്. തലശ്ശേരിയിലെ ഒരു ഫേമസ് സ്കൂളിലെ പ്രമുഖ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ സ്റ്റേഷനിലെ എല്ലാ പോലീസും നോക്കിയാൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിലേക്ക് എങ്ങോട്ടാണ് പോകുന്നത്. ടീച്ചർമാർ മാത്രം കുറ്റം പറഞ്ഞിട്ടായില്ല. അന്ന് ഉച്ചക്കോടെ എക്സാം ഉണ്ട്. ഉച്ചവരെ പരീക്ഷ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വിളിക്കുന്ന ശേഷം 4 മണിക്കാണ്. നാളെ എക്സാം ഉണ്ട്. CBSE പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അഭിനന്ദിച്ചു. സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് ലീഡർ, വിവിധ ഹൗസുകളുടെ ലീഡർമാർ, ഹോർട്ടിക്കൾച്ചർ, ലിറ്റററി ക്ലബ്ബ്, ആർട്സ് ആൻഡ് സയൻസ്, കമ്മ്യൂണിറ്റി ക്ലബ്ബ്, റോബോട്ടിക് ക്ലബ്ബ് തുടങ്ങി വിവിധ ക്ലബ്ബുകളുടെ സെക്രട്ടറിമാരെ ബാഡ്ജും സ്ലാഷും നൽകി സ്കൂൾ ആദരിച്ചു. ചടങ്ങിൽ ലീഡർമാർക്കും ക്ലബ്ബ് അംഗങ്ങൾക്കും പ്രിൻസിപ്പൽ നൂറി പി റഫീഖ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വിശിഷ്ടാതിഥിക്കുള്ള മൊമൻറ്റോ സമർപ്പണം MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് CP അജീഷ് പരിപാടിയിൽ സംബന്ധിച്ചു. UT സജാദ്, KK സുനിൽ, P അൻവർ, PC അബ്രഹാം, K സോണിയ, A ലീന, M പൂർണിമ, VP റിജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ നൂറി പി റഫീഖ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ M മഞ്ചരി നന്ദിയും പറഞ്ഞു. കേരള കൗമുദി, കേരള എക്സൈസ് വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജീവിതമാകട്ടെ ലഹരി എന്ന പേരിൽ BMBHS സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. കൗമാരക്കാരിലും യുവാക്കളിലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കേരള കൗമുദിയുടെ നേതൃത്വത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കൗമാരക്കാരിലും യുവാക്കളിലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കേരള കൗമുദിയുടെ നേതൃത്വത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. BMB ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ MK പ്രസന്ന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡോക്ടർ പുതുശ്ശേരി നാരായണൻ, അർജുൻ അരിയാക്കണ്ടി എന്നിവർ സംസാരിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വ്യവസായം ചെറിയ ലാഭത്തിന് വേണ്ടി കുട്ടികളെ പോലും ഇപ്പോൾ നമ്മൾ പുറത്തൊരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്നത് പോലും വളരെ ഭയപ്പെടുകയാണ്. കാരണം അതിലെന്താണ് ചേർത്തിരിക്കുന്നത് നമുക്കറിയില്ല. മിഠായികൾ, അത് സ്കൂളുകളിൽ ചുറ്റുമുറ്റുള്ള മിഠായികൾ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അത് സ്കൂളിനടുത്ത് കഴിക്കുന്ന മിഠായികളുടെ അദ്ദേഹം പരിശോധിപ്പിച്ചപ്പോൾ അതിൽ ചെറിയ അളവിൽ മയക്കുമരുന്നിൻ്റെ അംശം കണ്ടെത്തുകയും അടപ്പിക്കുകയും ചെയ്തെന്നാണ്. അപ്പോൾ ഇത് വ്യാപകമായ തോതിൽ തന്നെ വിദ്യാർത്ഥികളിലും സമൂഹത്തിലും പ്രചരിപ്പിച്ചു വരുന്ന ഒരു പ്രവണത ഇന്ന്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അധികം ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ കാര്യം പറയാം. അതായത് ഇവിടെ ഇന്നിപ്പോൾ എത്തിയിരിക്കുന്ന നിങ്ങളൊക്കെ +1 +2 വിദ്യാർത്ഥികളാണല്ലേ? +2 വിദ്യാർത്ഥികളാണ്. കേരള കൗമുദി യൂണിറ്റ് ചീഫ് KV ബാബുരാജ് സ്വാഗതവും മാർക്കറ്റിംഗ് SMD അസിസ്റ്റന്റ് മാനേജർ C രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വെഫാക് ദുബായ് നിർമ്മാണ യൂണിറ്റ് കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി.
മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാവുന്ന സ്നാക്സ് വിഭവങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. യാതൊരുവിധ കൃത്രിമത്വവും ഇല്ലാതെ പൂർണ്ണമായും മെഷീൻ സഹായത്തോടെയാണ് സ്നാക്സുകൾ നിർമ്മിക്കുക. വഫാഖ് ദുബായിയുടെ വിഭവങ്ങൾ വരും ദിവസങ്ങളിൽ വിപണിയിൽ എത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. എമ്മി ഫ്രൈഡ് ചിക്കൻ പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പാനൂർ വെസ്റ്റ് UP സ്കൂളിന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. എമ്മി ഫ്രൈഡ് ചിക്കന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മുൻ MLA പാറക്കൽ അബ്ദുള്ള, പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം എന്നിവർ മുഖ്യാതിഥികളായി. മെനു ലോഞ്ചിംഗ് പാനൂർ നഗരസഭാ കൗൺസിലർമാരായ PK പ്രവീൺ, ഉമൈസ തിരുവമ്പാടി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ആദ്യ വിൽപ്പന എമ്മി ഫ്രൈഡ് ചിക്കൻ മാനേജിംഗ് ഡയറക്ടർ കബീർ കോഴിക്കോട്, തൂണേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വളപ്പിൽ കുഞ്ഞഹമ്മദ് നൽകി നിർവഹിച്ചു. വിദേശ രാജ്യങ്ങളിലും കോഴിക്കോടും മലപ്പുറത്തുമായി 40-ൽ പരം ഔട്ട്ലെറ്റുകളുള്ള എമ്മി കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റാണ്. ഫ്രൈഡ് ചിക്കനിൽ കൊതിയൂറും വിഭവങ്ങളാണ് ഭക്ഷണപ്രിയർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്കുള്ള 29 രൂപയുടെ സ്നാക്കോ, 99 രൂപയുടെ ചിക്കൻ പോപ്കോൺ, ചിക്കൻ റാപ്പ്, ഫ്യൂഷൻ പാക്കറ്റ്, സിംഗർ ബർഗർ കോംബോ, ക്രിസ്പി പ്രോൺസ്, യമ്മി ഫ്രോപ്പ്, സ്പൈസി വിങ്സ് കോംബോ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഗുണമേന്മയിൽ യമ്മി ഫ്രൈഡ് ചിക്കനിൽ ലഭിക്കും.
പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയ സൗമ്യ വധക്കേസ് പ്രതിയും കൊടും ക്രിമിനലുമായ ഗോവിന്ദച്ചാമി പിടിയിൽ. കണ്ണൂർ തളാപ്പിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടവളപ്പിൽ നിന്നാണ് പോലീസ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത്. തലശ്ശേരി ഗവൺമെന്റ് ജനറൽ ആശുപത്രി മോർച്ചറി ചോർന്നൊലിക്കുന്നു. ബ്ലഡ് ബാങ്കും വാട്ടർ ടാങ്കും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ അവസ്ഥയും ഇതുപോലെ ദയനീയം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ജയിൽ വകുപ്പിന്റെ വീഴ്ചയല്ലെന്ന് ഉപദേശക സമിതി അംഗം പി ജയരാജൻ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് ഉള്ളികളുടെ എണ്ണം കൂടുതലാണെന്നും കർശന നടപടിയെടുക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ജീവനക്കാരുടെ സസ്പെൻഷൻ എന്നും പി ജയരാജൻ. ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ധീരജ് ജവാൻ സ്മൃതി ചിത്രമൊരുക്കി. കാർഗിൽ ദിനാചരണത്തിന്റെ ഭാഗമായി NCC യൂണിറ്റും ആർട്ട് ക്ലബ്ബും ചേർന്നാണ് സ്മൃതി ചിത്രമൊരുക്കിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.